ഇവിടെ വന്നിരിക്കുന്നല്ലേ? എന്റെ അമ്മായി പിന്നെ എവിടെ പോയിരിക്കാനാ? അവര് പ്രാക്ടീസ് രാവിലെ തന്നെ തുടങ്ങി. ഇതിനെയാണ് ഈ പറയുന്നത്, അധികമായി കഴിഞ്ഞാൽ അമൃതവും വിഷവന്നു. ഞാനാണെങ്കിൽ ശല്യം സഹിക്കാൻ വയ്യാതെ കേശുന്റെ റൂമിനകത്തായിരുന്നു. അല്ല സിദ്ധുവേ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടാ? ഇവര് ഡയറ്റ് എന്നല്ലേ പറയണത്, എന്നിട്ട് രാവിലെ 2 നേരം കഴിച്ചല്ല? 2 തവണ കഴിച്ചാ? ഇതേ ഇടയ്ക്കിടയ്ക്ക് വിശക്കുന്ന ഡയറ്റ് ആണെന്ന് തോന്നുന്നു. മയ്യേ, ശരിക്കും ഇതിനെ ആരെങ്കിലും അരങ്ങേറാൻ സമ്മതിക്കൂ? അതാണ് എനിക്ക് മനസ്സിലാവാത്ത. ഹോം സ്റ്റേ ഓർഡറിങ് വാ. പാവം കേട്ടാ, രാവൊന്നും പകലൊന്നും ഇല്ലാതെ പ്രാക്ടീസ് ചെയ്യാണ്. ഇതിപ്പോ രാത്രി കിടന്ന് ഉറങ്ങാനും പറ്റത്തില്ല, പകലകത്തിരിക്കാനും പറ്റാത്ത അവസ്ഥയെ. ഇന്ന് അരങ്ങേറ്റം കഴിഞ്ഞാൽ പിന്നെ പരിപാടി തീരുമല്ലോ. ലച്ചൂസ് അരങ്ങേറ്റത്തിന് പോണില്ലേ? എന്തിന്? രാവും പകലിരുന്ന് അവരുടെ ഡാൻസ് മൊത്തം ഞാൻ കണ്ട് പഠിച്ച് കാണാപ്പാടമായി. ഇനി അമ്പലത്തിലും കൂടെ പോയി കാണണോ? എന്നാലും പോവാതിരിക്കണ മോശമാണ്, അവരിത്രയും വിളിച്ചല്ലേ. എന്നാ പിന്നെ അമ്മായി പോയി കണ്ടിട്ട് നീയല്ലേ ഓണറ്. ലച്ചൂസേ, ഇന്നത്തെ അരങ്ങേറ്റം കഴിഞ്ഞിട്ടേ അവര് നാളെ തിരിച്ചു പോവായിരിക്കും അല്ലേ? നാളെയാണ് ചെക്ക് ഔട്ട് ടൈം ഇട്ടേക്കണത്. അപ്പൊ അത്രയും നേരം നമ്മൾ ഇവരെ അങ്ങനെ സഹിക്കണം, പ്രാക്ടീസ് ഒക്കെ ആയിട്ടല്ലേ? അരങ്ങേറ്റം കഴിഞ്ഞാൽ പിന്നെ നാളെ എന്തായാലും പ്രാക്ടീസ് ഒന്നും ഉണ്ടാവില്ല, ഫുൾ റെസ്റ്റ് ആയിരിക്കും. ലച്ചേച്ചി, ഗൗരമ്മായി നിങ്ങളെ അടുക്കളയിലോട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. എന്തിന്? ഇന്നലെ മേടിച്ച മീൻ അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ ഇരിക്കുക. അളിയൻ എന്തായാലും മീൻ എന്തെങ്കിലും വേണ്ടേ? നീ എന്താ എപ്പോഴും അളിയന്റെ കാര്യം എടുത്തിരുന്നേ? നിനക്കിതൊക്കെ വേണ്ടേ? അത് പറഞ്ഞാൽ മതി. ഫ്രിഡ്ജിൽ നിന്നും മീൻ പുറത്തേക്ക് പോലും എടുക്കാൻ പറ്റുന്നില്ല. അവര് പറയുന്നത് എന്താണെന്നറിയോ? നമ്മളെങ്ങാനും മീൻകറിയൊക്കെ വെച്ച് അവരുടെ വ്രതം മുറിഞ്ഞാല് അവർ അമ്പലത്തിൽ ഡാൻസ് കളിക്കുമ്പോ സ്റ്റെപ്പ് തെറ്റൂന്ന്. നമ്മുടെ നാട്ടിരത്നം ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടാ. നിങ്ങൾ ഇവിടെ നിൽക്കുമായിരുന്നു, അതാ ഞാൻ അകത്ത് നോക്കിട്ട് ആരും കാണാഞ്ഞേ. ഇവിടെ നിന്ന് അകത്തൊക്കെ കാണില്ലല്ലോ. കറക്റ്റ്. ഇന്നലെ സിദ്ധു മോൻ പറഞ്ഞില്ലേ എന്റെ ഏതൊക്കെയോ ഭാവങ്ങൾ ക്ലിയർ ആവാനുണ്ടെന്ന്. ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ ഇന്ന് പ്രാക്ടീസ് ചെയ്ത് എല്ലാ ഭാവങ്ങളും ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഒന്ന് നോക്കുവോ? നിങ്ങൾക്ക് ഏതൊക്കെ ഭാവങ്ങളാണ് കാണാൻ ആഗ്രഹം എന്ന് വെച്ചാൽ അത് പറയാല്ലേ. രൗദ്രം, ബീവത്സം, കരുണം, ഹാസ്യം, ശാന്തം, ശൃംഗാരം. എങ്ങനെയുണ്ട് ഇനി സ്റ്റെപ്പ്? സ്റ്റെപ്പ് തുടങ്ങാവേ. വിളിച്ചായിരുന്നോ? എന്തായിരുന്നു? അതെ, അരങ്ങേറ്റല്ലേ? അരങ്ങേറ്റത്തിന് സെറ്റ് മുണ്ട് കൊടുക്കണോ സാരി ആ മക്കള് അവിടെ ഞാൻ കാണിക്കാം. സ്റ്റെപ്പ് ഇത് കൊള്ളാലോ. എനിക്ക് അങ്ങനെ പറ്റത്തേ ഇല്ല കേട്ടോ. ഈ താണ്ഡവത്തിന് ഇങ്ങനെ പൊക്കാറുണ്ട്, പക്ഷെ എന്റെ കാല് ഇങ്ങനെ അങ്ങ് പോകും. എന്താ നിന്നെ കറക്റ്റ് ഇങ്ങനെ കൈയോട് ഇങ്ങനെ വെച്ച അതൊരു പോഷനാ. ഇങ്ങനെ വെച്ച ഞാൻ പഠിപ്പിച്ച എനിക്കറിയാം. കുഞ്ഞ് കണ്ടോ? ഇങ്ങനെ വെക്ക്. എന്നെ കളിപ്പിക്കണ്ട, ഞാൻ കളിക്കട്ടെ. പുതിയൊരു സ്റ്റെപ്പ് ഞാൻ കണ്ടുപിടിച്ചു, കാണോ? നന്നായിട്ടുണ്ട് മാഡം, സൂപ്പർ മാഡം. എന്നെ കൊണ്ട് ഞാനങ്ങ് തോറ്റ്. സിദ്ധുവിന്റെ വിധി പാവം.